നമസ്കാരം. ടെക്നോളജി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇസ്രായേലികളെ വെല്ലാൻ ലോകത്ത് ആരും തന്നെയില്ല എന്നതാണ് വസ്തുത. ലോകത്തെ ടെക് കമ്പനികളുടെ തലവന്മാരായി നിരവധി ജൂതന്മാരുണ്ട്. അതിവേഗം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ഇസ്രായേലിന്റെ ബുദ്ധിയെ കഴിഞ്ഞേ മറ്റൊന്നുള്ളൂ. ഈ ടെക്നോളജി തന്നെയാണ് അവരെ ലോകത്ത് കരുത്തുറ്റവരും ഏതൊരു യുദ്ധവും വിജയിക്കാൻ കെൽപ്പുള്ളവരുമാക്കുന്നത്. ഇറാനും ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യകൾക്ക് മുന്നിലാണ് പരാജയപ്പെട്ടത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തിന് പിന്നിലും സാങ്കേതിക വിദ്യകളെ എങ്ങനെ ഉപയോഗിക്കുമെന്ന ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ വ്യക്തം. ഖമേനി വധം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വർഷങ്ങളായി ഇസ്രായേൽ നടത്തിയ രഹസ്യ നീക്കത്തിന്റെയും നിരീക്ഷണത്തിന്റെയും ഫലമായിരുന്നു ഖമേനിയുടെ കൊലപാതകം. ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിലേക്ക് രഹസ്യമായി കടന്നു ചെല്ലുകയും അവയെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്ത ഈ നീക്കം മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കും വെല്ലുവിളിയാണ്. ഇസ്രായേൽ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇറാന്റെ സുരക്ഷാ സംവിധാനം ഹാക്ക് ചെയ്തിരുന്നതായാണ് വിവരം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകളും മൊബൈൽ നെറ്റ്വർക്കുകളും ഇസ്രായേലിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു. ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് ടെലവീവിലെ ഇസ്രായേലി സെർവറുകളിലേക്ക് അയച്ചിരുന്നതായാണ് റിപ്പോർട്ട്. ഇതിലൂടെ ഖമനേയിയുടെയും അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിന്റെയും നീക്കങ്ങൾ ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു. ഖമനേയിയുടെ വസതിക്ക് സമീപമുള്ള ക്യാമറ ദൃശ്യമാണ് ആക്രമണത്തിൽ നിർണായകമായതെന്നും റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർ, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം, അവയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഈ ദൃശ്യങ്ങളുടെ ഖമനേയിയുടെ എതിരാളികൾ മനസ്സിലാക്കിയിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരന്മാർ ഖമനേയിയുടെ ദിനചര്യകൾ വളരെ അടുത്തുനിന്ന് മനസ്സിലാക്കിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്, ആരെയാണ് കാണുന്നത്, എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്, ആക്രമണ ഭീഷണിയാകുമ്പോൾ എവിടേക്ക് മാറിയേക്കാം തുടങ്ങിയ കാര്യങ്ങൾ അവർ വിശകലനം ചെയ്തിരുന്നു. അദ്ദേഹത്തിനൊപ്പം കൂടിച്ചേരലുകൾ നടത്തിയിരുന്ന മറ്റു പ്രധാന രാഷ്ട്രീയ സൈനിക നേതാക്കളെയും ചാരസംഘങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഖമനേയി ഉൾപ്പെടെ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ശനിയാഴ്ച രാവിലെ ടെഹ്റാനിലെ സമുച്ചയത്തിനുള്ളിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ യോഗം ചേരാനിരുന്നതായി CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമുച്ചയത്തിലായിരുന്നു ഖമനേയിയുടെ ഓഫീസും ദേശീയ സുരക്ഷാ സംവിധാനത്തിന്റെ ഓഫീസുകളും സ്ഥിതി ചെയ്തത്. ആദ്യത്തെ രാത്രിയിൽ ആക്രമണം നടത്താനാണ് പദ്ധതിയിട്ടിരുന്നെങ്കിലും പിന്നീട് പകൽ സമയത്തേക്ക് മാറ്റിയതായാണ് വിവരം. ഇസ്രായേൽ സമയം രാവിലെ 6 മണിയോടെയാണ് ഇസ്രായേലിന്റെയും US-ന്റെയും യുദ്ധവിമാനങ്ങൾ സമുച്ചയത്തിലേക്ക് മിസൈലുകൾ പ്രയോഗിച്ചത്. 60 സെക്കൻഡിനുള്ളിൽ 3 ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമണങ്ങൾ തകർക്കാൻ കഴിഞ്ഞെന്നാണ് ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. ഖമനേയി ഉൾപ്പെടെ 40 മുതിർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേലിന്റെ വാദം. മാസങ്ങളായി ഖമനേയി എവിടെ എന്ന് CIA ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു. പതിവായി ഖമനേയി സന്ദർശിച്ചിരുന്ന ഓഫീസുകളും മറ്റ് സ്ഥലങ്ങളും CIA പിന്തുടർന്ന് കണ്ടെത്തി. ഖമനേയി ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഒരു പാറ്റേൺ മാപ്പ് ഉണ്ടാക്കി. ശനിയാഴ്ച ഇറാൻ സൈനിക കമാൻഡർമാരുടെ യോഗം നടക്കുന്നുവെന്ന വിവരം CIAക്ക് കിട്ടി. ആ യോഗത്തിന് ഖമനേയി അധ്യക്ഷത വഹിക്കുമെന്നും CIA മനസ്സിലാക്കി. ഈ നിർണായക വിവരം CIA ഇസ്രായേലിന് കൈമാറി. ഒരാക്രമണത്തിലൂടെ ഖമനേയിയെയും ഇറാൻ പ്രതിരോധ സംവിധാനത്തിന്റെ തലപ്പത്തുള്ളവരെയും ഒറ്റയടിക്ക് വധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മറ്റിടങ്ങളിൽ ആക്രമണം നടത്തിയത് അമേരിക്കയുടെ 1-way അറ്റാക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചാണ്.